അനൌദ്യോഗിക ബില്ലുകളുടെ അനുവദനങ്ങൾ ഉപക്ഷേപങ്ങൾ 2022 കേരള പുസ്തക പ്രസാധക വിതരണവും സംരക്ഷണവും നിയന്ത്രണവും ബിൽ. ശ്രീ എം ബിജിൻ അങ്ങേക്ക് 2022 കേരള പുസ്തക പ്രസാധക വിതരണവും സംരക്ഷണവും നിയന്ത്രണവും ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള ഉപേക്ഷ അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2022 കേരള പുസ്തക പ്രസാധക വിതരണവും സംരക്ഷണവും നിയന്ത്രണവും ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി സംസാരിക്കാവുന്നതാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട MLA കൊണ്ടുവന്നിട്ടുള്ള സ്വകാര്യ ബില്ല് സംബന്ധിച്ച് വകുപ്പ് പരിശോധിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ പുസ്തക പ്രസാധക മേഖലയിൽ ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ചാണ് MLA ശ്രീ എം ബിജിൻ ഈ ബില്ലിന് അനുമതി തേടിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സാംസ്കാരികതയുമായിട്ടുള്ള ജീവവും സചേതനവുമായി നിലനിർത്തുന്ന പ്രസാധക രംഗത്തിന് ഉണർവ് നൽകാൻ ഈ നിർദ്ദേശങ്ങൾക്ക് സാധിക്കും. പുസ്തക പ്രസാധക രംഗത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധക സംഘങ്ങളിൽ നിന്ന് എഴുത്തുകാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുവെന്നും എന്നാൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ എഴുത്തുകാരെയും അവരുടെ സൃഷ്ടികളെയും ചൂഷണം ചെയ്യുകയാണെന്നും ബില്ലിൻ്റെ ഉദ്ദേശ്യ കാരണങ്ങളുടെ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നു. പുസ്തക പ്രകാശക രംഗത്ത് പ്രൊഫഷണലിസം നിലനിർത്തുന്നതിനും ചെറുകിട പ്രസാധകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുസ്തക പ്രസാധക സംഘങ്ങളെയും തൊഴിൽ സാധ്യതയും വ്യവസായ സാധ്യതയും സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം എന്നാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ പുസ്തക പ്രസാധക രംഗത്തോ പുസ്തക വിപണന രംഗത്തോ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. സർ, പുസ്തക പ്രസാധനം എന്നത് സ്വതന്ത്രമായി നിലനിർത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ സർക്കാർ ഉടമസ്ഥയിലുള്ള പുസ്തക പ്രസാധക സംഘങ്ങളുടെ നവീകരണത്തിനും അതിലൂടെ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിനും സർക്കാർ സന്നദ്ധമാണ്. അതിന് ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണം ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നില്ല. കഴിഞ്ഞു സർ, ബഹു അംഗം നോട്ടീസ് നൽകിയ ബിൽ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടോടെയും നിയമം, പൊതുഭരണം എന്നീ വകുപ്പുകളുമായുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട ഒന്നാണ്. ആയതിനാൽ ബിൽ ഇപ്പോൾ ഈ രൂപത്തിൽ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് സർക്കാരിന് വേണ്ടി ഇവിടെ വ്യക്തമാക്കുന്നു. ശ്രീ എം ബിജിൻ അങ്ങേക്ക് ഒരു ഹ്രസ്വ പ്രസ്താവന ചെയ്യാവുന്നതാണ്. സർ, ലോകത്ത് തന്നെ വിപുലമായ പ്രസാദ ശൃംഖല ഇന്ന് മലയാളത്തിലുണ്ട്. ഓരോ ദിവസവും നിരവധി പുസ്തകങ്ങൾ ഇന്ന് പുറത്തിറങ്ങുന്നുമുണ്ട്. സാഹിത്യ വൈജ്ഞാനിക മേഖലയിൽ സ്വന്തം നിലയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. സർ, 1578 കേരളത്തിൽ കൊല്ലത്ത് വെച്ച് പോർച്ചുഗീസ് ഭാഷയിൽ തമിഴിലേക്ക് തർജ്ജമ ചെയ്ത 16 പേജുള്ള പുസ്തകം തമ്പുരാൻ വണക്കം അച്ചടിക്കുന്നത്. ആ ചരിത്രം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. 1678 1703 കാലത്താണ് ആംസ്റ്റർഡാമിൽ വെച്ച് ഹോർത്തൂസ് മലബാറിക്കസ് അച്ചടിച്ചപ്പോൾ ചെടിയുടെ പേരുകൾ മലയാളത്തിലും അച്ചടിച്ചു എന്നതും നമുക്ക് വളരെ അഭിമാനമുള്ളൊരു ഭാഗം കൂടിയാണ്. 1772 പ്രസിദ്ധീകരിക്കപ്പെട്ട റോമിൽ വെച്ച് അച്ചടിച്ച കത്തോലിക്ക സഭയുടെ ശാസനകൾ പ്രതിപാദിപ്പിക്കുന്ന സംക്ഷേപ വേദാർത്ഥമായിരുന്നു പൂർണ്ണമായും മലയാളത്തിൽ തയ്യാറാക്കിയ ആദ്യ പുസ്തകം. കേരളത്തിൽ ആദ്യ മലയാളം പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചത് ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. പിന്നീട് ഹെർമൻ ഗുണ്ടട്ട് മലയാള പ്രസാധന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ചരിത്രവുമുണ്ട്. 1850 മുന്നേ മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളുടെ എണ്ണം 42 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും പുതുമുഖ എഴുത്തുകാർ അതുവഴി സാഹിത്യ ലോകത്തേക്ക് കടന്നു വരികയും ചെയ്തു. ചന്തുമേനോനും CV രാമൻപിള്ളയും നോവൽ സാഹിത്യത്തിലും കുമാരനാശാനും വെള്ളത്തോളും ഉള്ളൂരും കവിതയിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി. സർ, പുസ്തകങ്ങൾക്ക് അതോടുകൂടി കൂടുതൽ ആവശ്യക്കാരുണ്ടാവുകയും വായന എന്നത് വലിയ നിലയിലുള്ള ജനങ്ങളുടെ ഒരു ലഹരിയായി മാറിത്തീരുകയും ചെയ്യുന്ന സാഹചര്യവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാം കണ്ടു. കാരൂരും തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും ബഷീറുമെല്ലാം എഴുത്തിൽ സജീവമായതോടുകൂടി വായന കൂടുതൽ ലഹരിയായി മാറുന്ന ഒരു ചരിത്രവും കേരളത്തിന് മലയാളിക്ക് പങ്കുവെക്കാനുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴയുടെ രമണൻ
കേരളത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലറായി മാറിയതും ആ കാലഘട്ടത്തിലാണ്. കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടത്തിൽ ഒരുപക്ഷെ ചങ്ങമ്പുഴയെ തന്നെ വാഴക്കൊലയുണ്ട്. ഞാനതിൻ്റെ വരികളിലൂടെയൊന്നും പോകുന്നില്ല സർ. മലയപ്പൊല്ലിയാന മാടത്തിന് മുറ്റത്ത് വാഴ വന്ന നാളൊരു വാഴ നട്ടു തുടങ്ങി കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടമുണ്ട്. ഇതിനെല്ലാം പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരൻ നിൻ പിൻ തലമുറക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടത്തിന് കരുത്തു പകരുന്ന കവിതകൾ ആ കാലഘട്ടത്തിൽ പിറക്കുകയുണ്ടായി. ആശാന്റെ ചണ്ടാളി ഭിക്ഷയുണ്ട്. സമാനമായ നിലയിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായ വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ കവിതകളായാലും കഥകളായാലും നോവലുകളായാലും നാടകങ്ങളായാലും ഏറ്റവും സജീവമായി കേരള സാഹിത്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആ കാലഘട്ടത്തിലാണ് സർ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരുന്നത്. അതായത് ഏതാണ്ട് കുത്തക സ്വഭാവത്തിൽ പ്രവർത്തിച്ചു വരുന്ന ചുരുക്കം പ്രസാധകരിൽ നിന്ന് നമ്മുടെ എഴുത്തുകാർ കടുത്ത ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. എഴുത്തുകാരിൽ നിന്ന് പ്രസാധന ചെലവ് വാങ്ങിയും റോയൽറ്റി ഇനത്തിൽ കാര്യമായ ഒന്നും നൽകാതെയും എഴുത്തുകാരെ ചൂഷണം ചെയ്യുന്ന നിലയിലേക്ക് ചില പ്രസാധകർ കേരള ചരിത്രത്തിൽ വരികയുണ്ടായി. ആ പ്രസാധകർക്ക് നേരെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കൂടിയാണ് MP പോൾ അടക്കമുള്ള എഴുത്തുകാരുടെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കോട്ടയം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നത്. ഇടക്കാലത്ത് അല്പം പ്രതിസന്ധിയിലായെങ്കിലും ഇന്ന് SPCS ഈ രംഗത്തെ കരുത്തുറ്റ മാതൃകയായി തലയുയർത്തി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട്. എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾക്കും പല പരിമിതികൾ പ്രിന്റിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് പുസ്തക പ്രസാധന രംഗത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. പുതുമുഖ എഴുത്തുകാരെ ആകെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഇന്നുണ്ട് എന്നതും തീർച്ചയാണ് സാർ. അതുകൊണ്ട് തന്നെ പലരും ചെറുകിട പ്രസാധകരെ, വൻകിട പ്രസാധകരെ ആശ്രയിക്കുന്നതിന് പകരം ചെറുകിട പ്രസാധകരെ പുതുമുഖ എഴുത്തുകാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ്. ഇന്ന് ധാരാളം പുതുമുഖ എഴുത്തുകാർ വരുന്നുണ്ട് സാർ. പുതിയ പുസ്തകങ്ങൾ, പുതിയ നോവലുകൾ, കവിതകൾ ഒക്കെയായി നിരവധിയായ പുതുമുഖ എഴുത്തുകാർ കേരളത്തിൻ്റെ സാഹിത്യ മേഖലയിലേക്ക്, എഴുത്ത് മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. സർ, ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു അനുഭവം എന്ന വണ്ണം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഗീതാഹിരണ്യൻ പുരസ്കാര ജേതാവ് കൂടിയായ അഖിൽ തൻ്റെ ആദ്യ പുസ്തകമായ നീലച്ചടയൻ പ്രസിദ്ധീകരിക്കാൻ അനുഭവിക്കേണ്ടി വന്ന കടുത്ത പ്രയാസങ്ങളെയും അപമാനത്തെയും കുറിച്ചൊക്കെ പറയുകയുണ്ടായി സർ. ബെന്യാമിൻ്റെ ആടുജീവിതത്തിന് പോലും സമാനമായ സാഹചര്യം ഉണ്ടായി എന്ന് നാം മാധ്യമങ്ങളുടെയും അഭിമുഖങ്ങളുടെയും നാം കണ്ടിട്ടുണ്ട് സർ. വൻകിട പ്രസാധകരോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന ചെറുകിട പ്രസാധകർ നിരവധിയായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ പുസ്തക പ്രസാധക മേഖലയിൽ സർക്കാരും സഹകരണ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ഇതര സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെ ധാരാളമായി കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഈ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സർ. അതോടൊപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ പുസ്തക പ്രസാധക സംഘങ്ങൾ പലപ്പോഴും, ഞാനൊരു വിമർശനമായിട്ടല്ല സർ, പലപ്പോഴും സർക്കാർ വകുപ്പുകളെ പോലെ അതിന് സെലക്ട് കമ്മിറ്റി വരുന്നു, പ്രൂഫ് കമ്മിറ്റി വരുന്നു, പുറംചട്ട കമ്മിറ്റി വരുന്നു. ആ ഒരു സർക്കാർ കമ്മിറ്റികളെ പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അത് എഴുത്തുകാർക്ക് ായൊരു വിഷയമാണ് ഇവിടെ അങ്ങോട്ട് അവതരിപ്പിച്ചത്. ഈ വിഷയം ഇതിനകത്തൊരു കാര്യമുള്ളത്, കഴിഞ്ഞ നമുക്കറിയാം കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ മുൻകൈയെടുത്ത് നമ്മുടെ പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിച്ചു. ഞാനത് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒരുപാട് പുതിയ പ്രസാധകന്മാർക്ക് അവരുടെ പുസ്തകങ്ങൾ എത്തിക്കാനായിട്ടുള്ളൊരു നല്ല വേദിയായിട്ട് യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമല്ല, സത്യം മാതൃഭൂമിയുടെയും കേരളത്തിലെ പല സ്ഥലങ്ങളിലും കോഴിക്കോട് ഉൾപ്പെടെ നമുക്കറിയാം നല്ല നിലയിലുള്ള ഇതുപോലുള്ള പുസ്തകോത്സവ പരിപാടികൾ കേരളത്തിൽ ഇപ്പോൾ നല്ല നിലയിൽ മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് പുതിയ പ്രസാധകന്മാർക്ക് വലിയൊരു ആവേശം നൽകുന്നതാണ്. ഇവിടെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വിറ്റഴിച്ച പുസ്തകങ്ങളിൽ പല സ്റ്റാളുകളിലും പുതിയ എഴുത്തുകാരെയും പുതിയ സ്റ്റാളുകളെ അന്വേഷിച്ച ആളുകൾ കടന്നു പോകുന്ന പരമ്പരാഗതമായിട്ടുള്ള വലിയ സ്റ്റാളുകൾ നിൽക്കുമ്പോൾ തന്നെ. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, കേരളത്തിൽ ഒരുപാട് അക്കാഡമികളുണ്ട് കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. ഇപ്പോൾ ഫോക്ലോർ അക്കാഡമി, അതോടൊപ്പം തന്നെ സാഹിത്യ അക്കാഡമി, ബുക്ക് മാർക്ക്, ഇവരെല്ലാം ചെയ്യുന്ന ഒരേ പണി തന്നെയാണ്. ഇപ്പം എഴുത്തച്ഛൻ സർവകലാശാലയും പുസ്തകം അടിക്കും, അതേ കാര്യം തന്നെ ഫോക്ലോർ അക്കാഡമി ഇറക്കും, ഇതേ കാര്യം തന്നെ അക്കാഡമി ഇറക്കും. ഞാൻ പലതവണ നിയമസഭയിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്,
ഒന്നിങ്ങനെ കേന്ദ്രീകൃത സ്വഭാവം കൊണ്ടുവന്നിട്ട് ഈ പുസ്തകങ്ങളുടെ സമാന സ്വഭാവമുള്ള പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും ആളുകൾ പ്രിൻ്റ് ചെയ്യുന്ന രീതി ഒഴിവാക്കിയിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് അവർ പോവുക. ഇപ്പോൾ ഫോക്കിലോറിൻ്റെ പുസ്തകങ്ങൾ മാത്രമായിട്ട് ഇറക്കുക, ഇവർ മറ്റ് പുസ്തകങ്ങൾ ഇറക്കുക. ഇതിനൊരു കോർഡിനേഷൻ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ കേരളത്തിൽ ഒരു സാംസ്കാരിക സർവകലാശാല പോലെ, സർവകലാശാല എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു കുടക്കീഴിലേക്ക് ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് ഈ പുസ്തക പ്രകാശന രംഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഇത്തരം ആശങ്കകളോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കുട്ടികളിലെ എഴുത്തുകാരെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ എഴുത്തിനെ അഭിനിവേശമായി കാണുന്ന, പ്രജ്ഞയിൽ എഴുത്തിൻ്റെ പെരുക്കങ്ങൾ സൂക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരിലുണ്ടാകുന്ന ആ കാലത്തെ അവരിൽ ലഭിക്കുന്ന പ്രേരണകൾ, ഒരു ചെടിയിൽ ഒരു പൂ വിരിയാൻ, അതിൽ ദളങ്ങൾക്ക് നിറങ്ങൾ ഉണ്ടാകാൻ, തേൻ നിറയാൻ, അതിൻ്റെ വേരുകളെ നനയ്ക്കുന്ന മഴയാണ് അതിന് പ്രേരണ നൽകുന്നത് എന്ന് നാം പറയാറുണ്ട്. അത്തരം അഗാധമായ പ്രേരണകൾ ബാല്യത്തിൽ നൽകുക എന്നത് പ്രധാനമാണ്. നിർഭാഗ്യവശാൽ കുട്ടികളിലേക്ക് വായനയുടെ ശീലങ്ങളെക്കുറിച്ച് നാം പറയും, പക്ഷെ എഴുതാനുള്ള സന്ദർഭങ്ങൾ, അതിനെ ഇങ്ങനെ ഊതിത്തെളിച്ച് ജ്വാലയാക്കാൻ കഴിയുന്ന അത്തരം സർഗപരമായ സൗന്ദര്യമുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് പ്രധാനമാണ്. നമ്മുടെ കുട്ടികളുടെ സാഹിത്യോത്സവം ഇന്നിപ്പോൾ ചരിത്രത്തിലാദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അക്ഷരക്കൂട്ട് എന്ന നിലയിൽ, തീർച്ചയായിട്ടും അതൊരു വലിയ ശ്രദ്ധേയമായ കാൽവെപ്പാണ് SITയുടെ നേതൃത്വത്തിൽ. എഴുത്തിൽ നമ്മൾ കാണുന്നൊരു ശീലം, കുഞ്ഞുങ്ങളുടെ വായനാശീലം. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഡിജിറ്റൽ ലൈബ്രറി എന്നൊരാശയം റാന്നി നോളത്ത് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി. കാരണം കുഞ്ഞുങ്ങളുടെ ശീലങ്ങളെല്ലാം അവർ ചിന്തിക്കുന്നത് പോലും ഡിജിറ്റലാകുന്ന ഒരു കാലത്ത് നെക്സസ് എന്ന ഏറ്റവും പുതിയ പുസ്തകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ആരായൽ പുസ്തക പ്രസാധനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന പുസ്തകങ്ങൾ, കുട്ടികൾ എഴുതുന്ന പുസ്തകങ്ങൾ കൂടി പ്രസാധനം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് ചിന്തിക്കാനും, അതേപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾക്കിടയിൽ സൃഷ്ടിക്കാനും ഉള്ള ഒരു നെറ്റ്വർക്കിങ്ങിനെ സംബന്ധിച്ച് കേരളം ചിന്തിക്കേണ്ടതല്ലേ? വായനയുടെ കാര്യത്തിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് വിദ്യാലയങ്ങളിൽ കൂടിയാണ്. നമുക്കാണെന്നുണ്ടെങ്കിൽ അത്തരം പുതിയ സാധ്യതകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ഒരു ഇതിൽ നമ്മൾ കണ്ടതാണ് വായനാ വസന്തം എന്ന് പറയുന്ന ഒരു പരിപാടി. കുട്ടികൾ പുസ്തകം ലൈബ്രറിയിൽ നിന്നും പുറത്തുനിന്ന് എടുക്കുന്നു, അവർ വായിക്കുന്നു. വായിക്കുന്ന പുസ്തകങ്ങളുടെ നമ്പറും അവരെഴുതിയ കുറിപ്പും അനുസരിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്തു, ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നൽകുന്ന രീതിയിലേക്കുള്ള പുതിയ സംവിധാനം സംബന്ധിച്ച് അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായും ഒരു പ്രോത്സാഹനം കൂടി ഇതിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ എന്ന് അറിയാനാണ് സത്യം. തീർച്ചയായും ചെറുകിട പുസ്തക പ്രസാധകർ കടന്നു വരുന്നത് പുതിയ എഴുത്തുകാർക്കും മറ്റുമൊക്കെ അനുഗ്രഹമാകുന്ന ഒരവസ്ഥയാണുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് എഴുത്തുകാരിലേക്ക് അവർക്ക് പ്രയോജനകരമായ നിലയിൽ പുസ്തകം വിൽപ്പനയും മറ്റുമൊക്കെ ഒരു പ്രതിസന്ധിയിലാണ്. ഇന്ന് എഴുത്തുകാരുടെ എണ്ണം കുറയുന്നില്ല, വായനക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടില്ല, വർദ്ധിച്ചു വരികയാണ്. പക്ഷേ പുസ്തക പ്രസാധന രംഗത്ത് ചില കുത്തകകൾ, വലിയ എഴുത്തുകാരുടെ മാത്രം പുസ്തകങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ പുതുതായി വരുന്ന എഴുത്തുകാർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഈ ചെറുകിട പ്രസാധക സംഘങ്ങളെ മാത്രമാണ്. ചെറുകിട പ്രസാധക സംഘങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയില്ലാത്തതുകൊണ്ട് വലിയ വിൽപ്പന നടക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ പ്രസാധക സംഘം ഈ എഴുത്തുകാരിൽ നിന്ന് പൈസ വാങ്ങാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇതിൻ്റെ റോയൽറ്റിയോ ഇതിൻ്റെ പ്രതിഫലമോ എഴുത്തുകാർക്ക് എത്താത്ത ഒരവസ്ഥയും ഉണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായും അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ നിലയിൽ ചെറുകിട പുസ്തക പ്രസാധക രംഗത്ത് നമുക്ക് ശ്രദ്ധേയമായ ഇടപെടലുകൾ ഒരുപാട് നടത്താൻ പറ്റും. അപ്പോൾ ഒരു നിയന്ത്രണം പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് വന്നാൽ ആ നിലയിൽ ചെറുകിട പ്രസാധക രംഗത്ത് അതുവഴി എഴുത്തുകാർക്കുണ്ടാകുന്ന, പുതുമുഖ എഴുത്തുകാർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ മറികടക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ളൊരു നിയന്ത്രണവും കൂടിയാക്കി ഈ ബില്ല് വേണം എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞ പോലെ ഞാനും ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ജയരാജ് സാർ ഇവിടെ പറഞ്ഞത് വളരെ തീർച്ചയായും കേരള നിയമസഭയിൽ
നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര പുസ്തകോത്സവം അത് ലോകം ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിൽ എല്ലാ വിഭാഗത്തിലുള്ള പുസ്തക പ്രസാധകരെ പുസ്തക പ്രസാധകരെ തീർച്ചയായും പങ്കുചേർക്കുകയും MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൻ്റെ കൂടി ഭാഗമായി ലൈബ്രറികൾക്കും സ്കൂളുകൾക്കും പുസ്തകം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാ MLA-മാരും പൊതുവിൽ എല്ലാ പുസ്തക പ്രസാധകരെയും ചെറുത് രീതിയിലുള്ള പുസ്തക പ്രസാധകരെയൊക്കെ എഴുത്തുകാരെയൊക്കെ ചേർത്ത് പിടിച്ചത് കൊണ്ട് തന്നെ ഒരു വലിയ സപ്പോർട്ട് കേരള നിയമസഭയുടെ ഭാഗമായി പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നടത്താൻ കഴിയുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ടുകളൊന്നു തന്നെയാണ് കേരള നിയമസഭ ബഹുമാനപ്പെട്ട നിയമസഭയുടെ നേതൃത്വത്തിൽ സ്പീക്കറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ്. അതോടൊപ്പം കുട്ടികളുടെ എഴുതാനുള്ള സന്ദർഭങ്ങളെ തീർച്ചയായും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അവരെല്ലാം ചെറുകിട പുസ്തക പ്രസാധകരെയാണ് സമീപിക്കുന്നത്. പലപ്പോഴും എന്നോട് തന്നെ പലരും പരാതി പറഞ്ഞത് ബഹുമാനപ്പെട്ട മുരളി MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൈസ അങ്ങോട്ട് കൊടുത്ത് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നു. കാരണം ചെറുകിട പ്രസാധകർക്ക് അവരുടെ പ്രയാസമുണ്ട്, പലതരത്തിൽ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത്തരം പ്രോത്സാഹനങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. അവിടെ വൻകിട പ്രസാധകർക്കും അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം പ്രത്യേകമായി ഒരുക്കി കൊടുക്കുക. നമ്മുടെ സർക്കാർ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിന് വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിന് പ്രത്യേകമായ അഭിനന്ദനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ആ രീതിയിലേക്കുള്ള ചർച്ചകളെ കൂടി ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങ് പറഞ്ഞ ബഹുമാനപ്പെട്ട ടൈസൺ മാഷ് പറഞ്ഞതും പ്രധാനപ്പെട്ട ലൈബ്രറികളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതിലിപ്പോൾ ഒരു ഭാഗം എനിക്ക് കൂട്ടിച്ചേർക്കാൻ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്യത്തെ ലൈബ്രറികളെ മുഴുവൻ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റാനുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ബില്ല് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം ലൈബ്രറികളെ കൂടി തങ്ങളുടെ വരുതിയിൽ വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം എന്ന അജണ്ട കേന്ദ്രം നടത്താൻ തീരുമാനിച്ചത് അതുവഴി എന്ന വണ്ണം ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ വിവിധ ലൈബ്രറികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ് എന്ന ചടങ്ങിൽ ഈ വിഷയം ചർച്ചക്കിട്ട് ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കേന്ദ്രം കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പാഠപുസ്തകങ്ങളിൽ പരിണാമ സിദ്ധാന്തവും പീരിയോഡിക് ടേബിളുമെല്ലാം ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്ത പോലെ, ഡാർവിനെയൊക്കെ നീക്കം ചെയ്ത പോലെ ഇനി സാഹിത്യരംഗം പ്രത്യേകിച്ച് ലൈബ്രറികളിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതും വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നതും വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. തീർച്ചയായും ഇതിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുക എന്നത് ഈ ഒരു ഘട്ടത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സാമ്പത്തിക ചൂഷണത്തിന് വിധേയരാകുന്നു എന്നത് വസ്തുത. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം പറഞ്ഞ പോലെ ഈ രംഗത്തെ കടന്നു വരുന്നവരുണ്ടാക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും സാർ തുടർ ചർച്ചയ്ക്കായിട്ട് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഈ ബില്ല് ചെറുകിട പ്രസാര രംഗത്ത് കൂടുതൽ പുതിയ എഴുത്തുകാരെ കണ്ടെത്തി സൃഷ്ടിക്കാൻ അവരെ സഹായിക്കാനും കൂടിയാണ്. അതോടൊപ്പം വൻകിട മേഖലയിൽ നിൽക്കുന്ന പുസ്തക പ്രസാധകർ അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ്. അവർ ഒരുപാട് ഇടപെടൽ നടത്തുന്നുണ്ട്, മാതൃകാപരമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കൂടെ തന്നെയാണ്. എങ്കിലും ആ ചെറുകിട പ്രസാധകരെ കൂടി കൂടുതൽ സഹായപ്പെടുത്താമാകുന്ന രീതിയിലേക്ക് നിയമനിർമ്മാണം എന്നതാണ് ഞാൻ ഈ ബില്ലിലൂടെ ആഗ്രഹിക്കുന്നത്. തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയാണ്. ബിൽ തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു.